നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെ പൊൻപുലരി തേടി മലയാളി. വിഷു ആഘോഷത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു നാടും നഗരവും. ചൂട് കടുക്കുന്നു, വൈദ്യുതി ഉപഭോഗം കുതിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി 112 ദശലക്ഷം യൂണിറ്റ് കടന്ന് റെക്കോർഡ് നേട്ടം. സ്വന്തം വീട്ടിലും ഉറക്കമില്ലാത്ത രാത്രികൾ. പാചകവാതക ചോർച്ച ഒഴിഞ്ഞിട്ടും ആദ്യം മാറാതെ മടവാക്കര നിവാസികൾ. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പ്രതിഷേധവുമായി BJP. സമത്വത്തിന്റെ സന്ദേശമുയർത്തി അംബേദ്കർ ജയന്തി. ആമ്പലൂരിലും കൊടകരയിലും അംബേദ്കർ ജയന്തി ആചരണം. പേരാമ്പ്ര ഗുരുപുരം ശ്രീനാരായണ കൺവെൻഷനും പ്രതിഷ്ഠാ മഹോത്സവത്തിനും സമാപനം. വരന്തരപ്പിള്ളിയിൽ മോട്ടോർ സൈക്കിളും പണവും അപഹരിച്ച ശേഷം രാജ്യം വിട്ട പ്രതി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം കാണാം വിഷു കാഴ്ചകൾ. നന്മകൾ നിറഞ്ഞ പുതുകാലത്തിനായുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയുമായി മലയാളികൾ ബുധനാഴ്ച വിഷു ആഘോഷിക്കും. ചൊവ്വാഴ്ച വിഷു ആഘോഷത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു നാടും നഗരവും. നന്മകൾ നിറഞ്ഞ പുതുകാലത്തിനായുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയുമായി മലയാളികൾ ബുധനാഴ്ച വിഷു ആഘോഷിക്കും. ചൊവ്വാഴ്ച വിഷു ആഘോഷത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു നാടും നഗരവും. വിഷുക്കണി കണ്ടുണർന്നും വിഷുക്കൈനീട്ടം നൽകിയും കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺതുറക്കുന്ന പ്രതീക്ഷയുടെ ദിനമാണ് വിഷു. മേടമാസത്തിലെ വിഷുപ്പുലരിയിൽ കാണുന്ന കണിയുടെ പുണ്യവും സൗഭാഗ്യങ്ങളും വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. വിഷുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് വിഷുക്കണി. സമ്പൽ സമൃദ്ധമായ ഭാവി വർഷമാണ് കണിക്കാണലിന്റെ സങ്കല്പം. വിഷുത്തലേന്ന് തന്നെ വീടുകളിലും ക്ഷേത്രങ്ങളിലും കണിയൊരുക്കങ്ങൾ നടത്തുന്നു. കാർഷിക സമൃദ്ധിയുടെ നിറക്കാഴ്ചകളുമായാണ് കണിയൊരുക്കുന്നത്. പരമ്പരാഗത രീതി അനുസരിച്ച് നിലവിളക്കിനു മുന്നിൽ ഓട്ടുരുളിയിൽ കുത്തരി നിറച്ച് അതിനു മുകളിൽ കണിക്കൊന്ന പൂവും മാങ്ങയും ചക്കയും നാളികേരവും ഉൾപ്പെടെയുള്ള ഫലവർഗ്ഗങ്ങളും ഗ്രന്ഥവും നാണയവും കണ്ണാടിയും കോടിമുണ്ടുമെല്ലാം വെച്ചാണ് കണിയൊരുക്കുക. ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രവും ഒപ്പം വയ്ക്കും. പുലർച്ചെ നിലവിളക്ക് തെളിച്ചാണ് കണി കാണൽ. തുടർന്ന് കുടുംബത്തിലെ മുതിർന്നവർ കൈനീട്ടം നൽകും. വിഷുക്കണിക്കും സദ്യയ്ക്കുമായി സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കായിരുന്നു വിപണിയിൽ. കണിയൊരുക്കാനുള്ള കണിവെള്ളരിയും കൊന്നപ്പൂക്കളും തേടിയും സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പേർ എത്തിയതോടെ നിരത്തുകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും തിരക്കേറി. മലയാളികളുടെ തനതായ ആഘോഷങ്ങളിലൊന്നാണ് വിഷു. കാർഷികോത്സവം, മലയാളികളുടെ പുതുവർഷാരംഭം തുടങ്ങി വിഷുവിന് പ്രത്യേകതകൾ ഏറെയുണ്ട്. കണിക്കൊന്ന പൂത്തും വിഷുപക്ഷിയുടെ പാട്ടിലൂടെയും വിഷുവിനായി പ്രകൃതി തന്നെ ഒരുങ്ങുന്നുവെന്നതും പ്രത്യേകതയാണ്. സംസ്ഥാനത്ത് വേനൽ ചൂട് കനത്തതിനാൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക്. തിങ്കളാഴ്ച വൈകുന്നേരം മാത്രം 5933 മെഗാവാട്ട് ആയിരുന്നു വൈദ്യുതി ഉപഭോഗം. ആദ്യമായിട്ടാണ് വൈദ്യുതി ഉപഭോഗം ഇത്രയും അധികം ഉയരുന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗവും തിങ്കളാഴ്ച രേഖപ്പെടുത്തിയതായിരുന്നു. 112.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് തിങ്കളാഴ്ച ഉപയോഗിച്ചത്. അതേസമയം സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണം. പാലീക്കരം മടവാക്കരയിൽ പാചകവാതക ചോർച്ചയുണ്ടായ പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും പ്രദേശവാസികളുടെ ജീവിതം പൂർവ്വസ്ഥിതിയിലായില്ല. അപകടത്തിന്റെ ഭീതി ഒഴിയാതെ സമീപത്തെ വീട്ടുകാർ. കഴിഞ്ഞ മാർച്ച് 18-നാണ് മണ്ണ് പരിശോധനയ്ക്കിടെ പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. അപകടം ഒഴിവാക്കാൻ പ്രദേശത്തെ 20 വീട്ടുകാരെ ഒഴിപ്പിച്ചിരുന്നു. ചിലർ ബന്ധുവീടുകളിലേക്ക് മാറുകയും മറ്റു ചിലർക്ക് കമ്പനി പുനരധിവാസം ഒരുക്കുകയും ചെയ്തു. ഏകദേശം 23 ദിവസങ്ങൾക്ക് ശേഷമാണ് ഗ്യാസ് ചോർച്ച പരിഹരിച്ച് ആളുകൾക്ക് വീട്ടിലേക്ക് വരുന്നതിന് വഴി തുറന്നത്. സമീപവാസിയായ കീടായി രാജനും കുടുംബാംഗങ്ങളും വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഇവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ രാജനും ഭാര്യ ശൈലജയ്ക്കും ശാരീരിക അസ്വസ്ഥതകൾ അലട്ടുന്നതായും വീട്ടിലെ കുട്ടികൾക്കടക്കം
പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായും ഇവർ പറയുന്നു. ഞങ്ങൾ ഈ കഴിഞ്ഞ 18-ാം തീയതി വീട്ടിൽ നിന്ന് പോയതാണ്. പോയിട്ട് ഇന്നലെ തിരിച്ചു വന്നു. ഇന്ന് വീണ്ടും പോകണം. നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉള്ളത്. ഇപ്പോഴും സ്മെല്ലുണ്ട്, ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. ഭാര്യയ്ക്ക് ഇപ്പോൾ ആര്യയിപ്പം തന്നെ ഡോക്ടറെ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ പറഞ്ഞത് കഴിയാവുന്നത് മാറി നിൽക്കുന്നത് നല്ലതെന്ന് പറയും. കുട്ടികൾക്കുണ്ട്, ഒരാൾക്ക് തലവേദനയും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും മാറാൻ പോവുകയാണ്. വീണ്ടും ഇനിയിപ്പോൾ എന്നാ വരാൻ പറ്റുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആദ്യം തുടക്കത്തിലേ ഞങ്ങൾ വന്നില്ല, തീ കത്തിക്കാൻ പാടില്ല, വരാൻ പറ്റില്ല പറഞ്ഞു. ഇപ്പം ഇന്നലെ വന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, വീണ്ടും ഞങ്ങൾ പോവുകയാണ്. ഗ്യാസ് ചോർച്ച നേരിൽ കാണുകയും വീട് ഒഴിയേണ്ടി വന്ന സാഹചര്യവുമെല്ലാം ഇവർക്കിപ്പോഴും ഭീതി ഉണർത്തുന്ന ദിനങ്ങളാണ്. ശാരീരിക അസ്വസ്ഥതകൾ തുടരുന്നതിനാൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെ നിന്ന് മാറി നിൽക്കാനാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ വന്നോ, ഞങ്ങളത് അടച്ചു വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ബുധനാഴ്ച തോന്നുന്നു അടച്ചത്. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് മോൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയത്. അപ്പോൾ വെള്ളിയാഴ്ച അവൻ വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നു. വെള്ളിയാഴ്ച ഇങ്ങോട്ട് വന്നില്ല. വെള്ളിയാഴ്ച ശനിയാഴ്ച രാത്രി വന്നു. ഞായറാഴ്ച ഇന്നലെ തൊട്ട് എനിക്കും ഒരു അസ്വസ്ഥത, കൊച്ചിനും അതെ ബുദ്ധിമുട്ട്. എനിക്ക് നെഞ്ചിൽ എന്തോ ഒരു ശ്വാസതടസ്സം, തൊണ്ടയിലും വായിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് മേസം, കണ്ണ് രണ്ടും വേദന, തലവേദന. അപ്പോൾ ഇന്ന് കാലത്ത് മോൻ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയതാ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ മരുന്നിന് എഴുതാം, പക്ഷെ അത് മരുന്നിനല്ല ഇത് കൂടുതൽ, നിങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കണം. അന്തരീക്ഷത്തിൽ അത് പോയിട്ടില്ല. അപ്പം നിങ്ങൾക്കും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ബാധിക്കും അത്. അപ്പോൾ ഇത് അന്തരീക്ഷം ശരിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സമീപത്തെ വീടുകളിലെ വളർത്തുമൃഗങ്ങളെയും പാചകവാതക ചോർച്ച സാരമായി ബാധിച്ചിരുന്നു. മണലി വീട്ടിൽ ജിനന്റെ പശുക്കളുടെ കറവ പറ്റി പാലുൽപാദനം ഗണ്യമായി കുറഞ്ഞു. കിടാക്കൾ ഉൾപ്പെടെ 23 പശുക്കളെയും ഇവിടെ നിന്ന് വാഹനത്തിൽ മാറ്റുകയും ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ എത്തിക്കുകയുമായിരുന്നു. പാചകവാതകം ശ്വസിച്ചതും സ്ഥലം മാറിയതുമെല്ലാം പാലുൽപാദനം കുറയാൻ കാരണമായതായി ഡോക്ടർമാർ പറഞ്ഞു. 150 ലിറ്റർ പാൽ കിട്ടിയിരുന്നത് ഇപ്പോൾ 60 ലിറ്ററായി കുറഞ്ഞു. കമ്പനി നൽകാമെന്ന് പറഞ്ഞിരുന്ന നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായില്ലെന്നും ഇവർ പറയുന്നു. ഞങ്ങൾക്ക് ഇതുവരെ അതിൽ നിന്ന് മോചിതയായിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ആ ഇതിൽ നിന്ന് നമ്മൾ ആ ആക്സിഡൻ്റ് ഉണ്ടായതിന് നേരെ വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് പശുക്കൾ പാലുൽപാദനമൊക്കെ കുറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. പാലും ഒക്കെ കുറഞ്ഞു പോയി. ഇതുവരെ അവർ അതിൻ്റെ റീഫണ്ട് തന്നിട്ടില്ല. അവർ വ്യാഴാഴ്ച മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 11 പശുവിനെ നമ്മൾ കറക്കുന്നുണ്ടായിരുന്നു. 150-160 ലിറ്ററൊക്കെ കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 60-70 നന്നായിട്ട് ലോസായിട്ട് കുറഞ്ഞു വരികയാണ്. പാല് കൂടിയിട്ടില്ല. ഡോക്ടർമാർ പറഞ്ഞത് ഇനി കൂടാൻ അടുത്ത പ്രസവത്തിലേ കൂടുള്ളൂ, ഇനി കൂടാൻ സാധ്യതയില്ല. എന്താ വെച്ചാൽ ഇത്രയും നാളം അവരിത് ശ്വസിച്ച് നിന്നതല്ലേ. പിന്നെ കയറ്റലും മറക്കലൊക്കെ കുറേ സ്ട്രെസ് അനുഭവിച്ച കാരണം കുറച്ച് ഈ പ്രാവശ്യത്തേൽ പാല് കൂടില്ല എന്നാണ് പറഞ്ഞത് അവർ. പ്രദേശത്ത് പാചകവാതകത്തിന്റെ ഗന്ധം അനുഭവപ്പെടുന്നില്ലെങ്കിലും തങ്ങൾ നേരിട്ട ദുരന്തത്തിന്റെ ആഘാതമാണ് ഇവരുടെ മനസ്സുകളെ അസ്വസ്ഥമാക്കുന്നത്. ഏതാനും ദിവസം കുടിയൊഴിപ്പിക്കപ്പെട്ടതിന് ശേഷം സ്വന്തം വീടുകളിൽ തിരികെ എത്തിയവർ ജീവിതം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങളിലാണ്. മടവക്കരയിൽ LPG പാചകവാതക ചോർച്ചയുണ്ടായ ഭാഗത്ത് അവിടെ ചോർച്ച പരിഹരിച്ച് ആ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്നാൽ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ ജീവിതം ഒരു പൂർവ്വസ്ഥിതിയിലായിട്ടില്ല എന്നതാണ് വാസ്തവം. പലർക്കും ഇപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് വിവിധ രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നതാണ് നമ്മളോട് അവർ പറയുന്നത്. ഒപ്പം തന്നെ വളർത്തുമൃഗങ്ങളും ആ ഒരു ഇത്രയും ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഭീതിയിൽ നിന്ന് പൂർണ്ണമായി മോചിതരായിട്ടില്ല. പശുക്കളടക്കം കറവ കുറയുന്ന സാഹചര്യം അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോഴും ആ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. അപ്പോൾ വലിയ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളാണ് കടന്നു പോകുന്നതെങ്കിലും അതിൽ നിന്നും പൂർണ്ണമായും മോചിതരാകാത്തവരാണ് ഈ പ്രദേശത്തെ സമീപത്ത് താമസിക്കുന്നവരും ഒപ്പം ഇവിടെയുള്ള വളർത്തുമൃഗങ്ങളും എന്നതാണ് വാസ്തവം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഡോക്ടർ BR അംബേദ്കറുടെ 135-ാം ജയന്തി ആചരിച്ച് BKMU AIDRM പുതുക്കാട് മണ്ഡലം കമ്മിറ്റികൾ.
BKMU ജില്ലാ സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. AIDRM മണ്ഡലം പ്രസിഡന്റ് PC സാജു അധ്യക്ഷനായിരുന്നു. BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, സുനന്ദ ശശി, CB സുരേഷ്, KL ജോർജ്, VA വിജയൻ, ഡെനീസ് പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൽ പോലും ഇപ്പോൾ നമുക്കറിയാം, കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലെ സെൽഫ് ഫിനാൻസ് കോളേജായ ഡെന്റൽ കോളേജിൽ ജിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, മിടുക്കനായ വിദ്യാർത്ഥി, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുണ്ടായി. രോഹിത് വെമുല ഈ ജാതിയുടെ പേരിലാണ് പ്രൊഫസർമാരടക്കമുള്ള ജാതീയമായിട്ടുള്ള പീഡനങ്ങൾ കേരളത്തിൽ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കേരളം നവോത്ഥാന മൂല്യങ്ങൾ തമസ്കരിക്കപ്പെട്ട് പോകുന്നതെങ്കിൽ ജാതിയുടെ പുറ്റുപിടിച്ച മനസ്സുള്ളവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരുമെന്ന് KPMS സംസ്ഥാന സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് അഭിപ്രായപ്പെട്ടു. KPMS കൊടകര യൂണിയൻ കമ്മിറ്റി സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായ സംഭവങ്ങളെക്കുറിച്ചും മാനേജ്മെന്റിന്റെ പങ്കിനെക്കുറിച്ചും സമഗ്ര അന്വേഷണം വേണം. കുറ്റാരോപിതരായ അധ്യാപകർക്കും മാനേജ്മെന്റിനുമെതിരെ SC/ST അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം കേസെടുക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജാതീയമായ വേർതിരിവ് തുടരുന്ന സാഹചര്യത്തിൽ സർവകലാശാലകളിൽ ശക്തമായ പരിശോധനയും പരാതി പരിഹാര സെല്ലുകളും കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TK ഷാജു, ശിവദാസൻ, MA ഗിരി, KV ജനാർദ്ദനൻ, PP ശശിധരൻ, AK സാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. അദ്ദേഹത്തിന് കവച്ചു വയ്ക്കാൻ കഴിയുന്ന അഗാധമായ പാണ്ഡിത്യ രംഗത്ത് എല്ലാ മേഖലകളിലും കൈവയ്ക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്തുണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ വേദികളിൽ സംസാരിക്കുമ്പോൾ പറയും, അദ്ദേഹത്തിന്റെ ജീവരക്തം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചിട്ടുള്ളതെന്നാണ്. ജീവരക്തം കൊണ്ടാണ് എഴുതി വച്ചിട്ടുള്ളത്. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഉദ്ഘാടനം പോലും ചെയ്യാത്ത പുതിയ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ റോഡ് തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകരും രംഗത്തെത്തി. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുകയാണ്. പുതിയതായി നിർമ്മിച്ച റോഡിലൂടെയാണ് വെള്ളം കുത്തിയൊഴുകുന്നത്. ഉദ്ഘാടനം പോലും നടത്താത്ത ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ റോഡ് തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വെള്ളം തുടർച്ചയായി ഒഴുകുന്നതിനാൽ റോഡിന്റെ ഭാഗങ്ങളിൽ ചെളിയും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വാഹനയാത്രയ്ക്കും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പൈപ്പ് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവഗണിച്ചുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് പ്രശ്നത്തിന് പ്രധാന കാരണമെന്നാണ് BJP ആരോപണം ഉന്നയിക്കുന്നത്. നിലവിലെ ശാന്തിനഗർ മണ്ണമ്പേട്ട റോഡ് 3.5 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡ് 5 കോടി രൂപ ചെലവിട്ടിട്ടാണ് ഇപ്പൊ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിക്കൊണ്ട് ഒരുപാട് വെള്ളം ഇവിടെ പാഴായി പോവാണ്. ഈ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ. ഉദ്ഘാടനം ചെയ്യാത്ത ഈ റോഡിൽ പല അപാകതകളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. മുൻപ് PWD എയ്ഡ് എടുത്തും വാട്ടർ അതോറിറ്റി എയ്ഡ് എടുത്തും ഇതെല്ലാം ഇവിടുത്തെ നാട്ടുകാർ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയുടെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ ഈ വെള്ളം ഇതേപോലെ പൊട്ടി പാഴായി പോകുന്നത്. മുൻപും കഴിഞ്ഞ 2 ആഴ്ച മുൻപും ഇതേ സംഭവം തൊട്ടടുത്ത സ്ഥലത്തുണ്ടായിട്ടുള്ളതാണ്. അവരത് പാച്ച് വർക്ക് ചെയ്ത് റോഡ് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ റോഡ് പാച്ച് വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇത് വെള്ളം ഈ വേനൽക്കാല സമയത്ത് ഇതേപോലെ കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇത്രയും വെള്ളം പാഴായി പോകുന്നത് നമുക്ക് കണ്ടു നിൽക്കാവുന്ന ഒരവസ്ഥ നിലവിലില്ല. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും ഗുണമേന്മയുള്ള പൈപ്പ് സ്ഥാപിച്ച് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നും BJP പുതുക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MC അജിത് കുമാർ ആവശ്യപ്പെട്ടു. ഇപ്പം ഈ പ്രശ്നം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ വേനൽക്കാലമാണ്. മനക്കൽക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുന്ന ഈ അവസരത്തിൽ ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്തരം പ്രവർത്തികൾ ഇനിയും ആവർത്തിക്കാത്ത വിധത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക്, ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒരു പണിഷ്മെൻ്റ് എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഈ റോഡ് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ റോഡ് നാശമായിട്ടുള്ള നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഈ
വളരെയധികം ആളുകൾ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന സമയത്ത് ഈ വെള്ളം പാഴായി പോയാലുമുള്ള ഒരു പ്രശ്നം അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഉദ്യോഗസ്ഥരിവിടെ കൈക്കൊണ്ടുള്ളത്. ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങളായിട്ടുള്ള ഈ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പൈപ്പുകൾ മാറ്റി അതിൻ്റെ അടിയിൽ കൂടെ നല്ല പൈപ്പ് ഉപയോഗിച്ചിട്ട് വേണം ഈ നിർമ്മാണ പ്രവൃത്തി ചെയ്യേണ്ടതായിരുന്നത്. അത് ഈ ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടില്ല. അത് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള വലിയൊരു കഴിവുകേടാണ്. അത് നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത്. അവരെ ഏത് നിലയ്ക്കായാലും ഇത്തരം ഒരു പ്രവർത്തികൾക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്ന വിധത്തിലായിരിക്കണം സർക്കാരിൻ്റെ നടപടികൾ എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വരന്തരപ്പിള്ളിയിൽ മോട്ടോർ സൈക്കിളും പണവും അപഹരിച്ച ശേഷം രാജ്യം വിട്ട പ്രതി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പിള്ളി തെക്കുമുറി സ്വദേശി കൊട്ടാരത്തിൽ വീട്ടിൽ 37 വയസ്സുള്ള സാഗറാണ് നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിൽ അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. 2015 നവംബർ 25 രാത്രി 10:30 റൊട്ടിപ്പടിയിൽ വെച്ചാണ് വരന്തരപ്പിള്ളി സ്വദേശി വിമലിൽ നിന്നും 1000 രൂപയും മോട്ടോർ സൈക്കിളും ഭീഷണിപ്പെടുത്തി കവർച്ച ചെയ്തത്. മോട്ടോർ സൈക്കിൾ തിരികെ നൽകുന്നതിന് സാഗർ 10,000 രൂപയും ആവശ്യപ്പെട്ടിരുന്നു. സംഭവശേഷം 10 വർഷത്തിലേറെയായി ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഖത്തറിലായിരുന്ന സാഗർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞുവെച്ച് വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നെടുമ്പാശ്ശേരിയിലേക്ക് അയച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്ത് വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, GSI സുനിൽകുമാർ, GSPO രാകേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ശിവഗിരി മഠത്തിന്റെ ശാഖാസ്ഥാപനമായ പേരാമ്പ്ര ഗുരുപുരം ശ്രീനാരായണ ഗുരു ചൈതന്യ മഠത്തിൽ നടന്നുവന്ന ശ്രീനാരായണ കൺവെൻഷനും ശ്രീനാരായണ പരബ്രഹ്മോദയ ക്ഷേത്രത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാ മഹോത്സവവും സമാപിച്ചു. സമാപന ദിവസമായ ചൊവ്വാഴ്ച ഗുരുദേവകൃതി പാരായണം, ശാന്തി ഹവനം, ദിവ്യ ജ്യോതിസ് ദർശനം, ദിവ്യ പ്രബോധനം, സമൂഹാർച്ചന, സർവ ഐശ്വര്യ പൂജ, വിഷുക്കൈനീട്ടം നൽകൽ, ഗുരുപൂജ, തുടർന്ന് ഗുരുപൂജ പ്രസാദ വിതരണം എന്നിവയുണ്ടായി. ഗുരു ചൈതന്യ മഠം ഇൻചാർജ് ശിശുപാലൻ, ചെയർമാൻ AK ബാബു, വർക്കിംഗ് ചെയർമാൻ VG ദയപാൽ, ജനറൽ കൺവീനർ നരേന്ദ്രൻ നെല്ലായി, സെക്രട്ടറി കൃഷ്ണൻകുട്ടി പുളിക്കൽ, കൺവീനർ രാജി ചിന്മയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആനന്ദപുരം തറക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഈ മാസം 15 മുതൽ 18 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 17 നടക്കുന്ന കാഴ്ച ശീവേലിയിൽ 7 ഗജവീരന്മാർ അണിനിരക്കും. പഞ്ചവാദ്യത്തിന് വൈക്കം ചന്ദ്രന്മാരാരും പാണ്ടിമേളത്തിന് പെരുവനം സതീശന്മാരാരും പ്രാമാണികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് AN രമേശ്, സെക്രട്ടറി KV ഷൈനോജ്, ഖജാൻജി CG ഹരിദാസ്, കൺവീനർ VN കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു. കൊടകരയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ MLV നായർ എന്ന മിച്ചാട്ട് വേലായുധൻ നായരുടെ ശതാഭിഷേകം ഈ മാസം 18 വേലായുധീയം എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി അഷ്ടപതി, ഇടയ്ക്ക, പഞ്ചായരി, സ്വീകരണ ഘോഷയാത്ര, സമാദരണ സദസ്സ്, പുസ്തക പ്രകാശനം, പിറന്നാൾ സദ്യ, ചാക്യാർ കൂത്ത്, പഞ്ചാരിമേളം എന്നിവയുണ്ടാകും. രാവിലെ 10:30 കൊടകര പൂനിലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ മേജർ രവി, പെരുവനം കുട്ടന്മാരാർ, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ R ബാലകൃഷ്ണൻ, എഴുത്തുകാരൻ അഞ്ചത്ത് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, ജനറൽ കൺവീനർ ഉണ്ണി പോറോത്ത്, കോർഡിനേറ്റർ കൊടകര ഉണ്ണി, KS സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സാബു പോക്കാക്കില്ലത്ത, ടൈറ്റസ് കട്ടക്കയം, വിജി സതീഷ് എന്നിവർ പ്രസംഗിച്ചു. എന്തായാലും രക്തദാന മഹാദാനം എന്ന ആ സന്ദേശം നമ്മൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തി സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്
ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉദ്ഘാടകൻ പി ജിൽജുമോനെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഫിയാത്ത് മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 7ാമത് GGM ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷന് സമ്പാളൂരിൽ തുടക്കം. ശംഷാബാദ് അതിരൂപത അധ്യക്ഷൻ മാർ പ്രിൻസ് പാണങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെയാണ് മിഷൻ കോൺഗ്രസിന് ഔദ്യോഗികമായി തുടക്കമായത്. വിവിധ മിഷൻ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാരുടെ സഹകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കൊഹിമ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജെയിംസ് തോപ്പിൽ എക്സിബിഷൻ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുഡ്കാവ് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ അന്തോണിയാസ് കാർലോ ദിവ്യകാരുണ്യ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ഫിയാത്ത് മിഷൻ രക്ഷാധികാരി ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ വൈദിക ശ്രേഷ്ഠരും മിഷൻ ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ വിവിധ മിഷൻ പ്രവർത്തനങ്ങളെയും അനുഭവങ്ങളെയും പരിചയപ്പെടുത്തുന്ന മിഷൻ സ്റ്റാളുകൾ മേളയുടെ പ്രധാന ആകർഷണമാണ്. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശന സമയം. കഴിഞ്ഞ ദിവസം നടന്ന മിഷൻ ഗ്യാതറിംഗിൽ തൃശൂർ അതിരൂപതയിൽ നിന്നുള്ള മാതൃവേദി അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. വൈകിട്ട് സെന്റ് ഫ്രാൻസിസ് ചർച്ച് സാമ്പാളൂർ ഇടവകയിലേക്ക് മിഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തി. ധ്യാനഗുരു ഫാദർ ഡാനിയൽ പൂവത്തിങ്കലും ഫാദർ ബിനോജ് മുളവരിക്കലും നയിക്കുന്ന എവേക് പ്രൈസ് പാർട്ടി സംഗീത നിശയും അരങ്ങേറി. പൂർണ്ണമായും സൗജന്യമായി നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കായി വിപുലമായ പാർക്കിംഗ്, ഇരിപ്പിട സൗകര്യങ്ങൾ എന്നിവയും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറും ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബ്ബും സംയുക്തമായി ഏപ്രിൽ 19 സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബ്ബിൽ 19 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നേത്ര ആയുർവേദ ക്ലിനിക്കിന്റെയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായാണ് ചികിത്സ നൽകുന്നത്. വെണ്ടൂരിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിൽ കാഴ്ച വൈകല്യങ്ങൾ തിരിച്ചറിയുന്നതിനും തിമിര നിർണയത്തിനും സൗകര്യമൊരുക്കും. കാഴ്ചയിലെ തകരാറുകൾ നേരത്തെ തിരിച്ചറിയുന്നതിനും തിമിരബാധ പോലുള്ള പ്രശ്നങ്ങൾക്ക് വിദഗ്ധ ചികിത്സാ നിർദ്ദേശങ്ങൾ തേടുന്നതിനും ക്യാമ്പിലൂടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 8710050777 അല്ലെങ്കിൽ 8089144493 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ട് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങൾ മൂലമുള്ള കാഴ്ച പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും ഈ അവസരം ഉപയോഗിക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കേരള സ്റ്റേറ്റ് റിട്രോണിക്സ് തിരുവനന്തപുരം ആറ്റിങ്ങലിലെ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇന്റേൺഷിപ്പോട് കൂടിയ ഡിപ്ലോമ കോഴ്സിന് റെഗുലർ പാർട്ട് ടൈം ബാച്ചുകൾ ലഭ്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് റിട്രോണിക്സിന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഫോൺ 7994926081. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,110 രൂപയും പവന് 1,12,880 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് തെക്കേത്തുറവ് എരുക്കുളം ബീന അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഫ്രാൻസിസ് ആണ് ഭർത്താവ്. ഫാൻസീന, പ്രീന എന്നിവർ മക്കളും ക്ലീറ്റസ്, വിൻസെന്റ് എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് ഗാന്ധിനഗർ ഐനിക്കൽ ജോയ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. മരിയയാണ് ഭാര്യ. ജോൺ, ജോസൻ എന്നിവർ മക്കളും റിയ, മിറാൻഡ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ ആദൂർ പൊന്നേത്ത് പരമേശ്വരൻ നായർ ഭാര്യ രാധ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 പാറമേക്കാവ് ശാന്തിഘട്ടിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഐശ്വര്യത്തിന്റെ പൊൻപുലരി തേടി മലയാളി. വിഷു ആഘോഷത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു നാടും നഗരവും. ചൂട് കടുക്കുന്നു, വൈദ്യുതി ഉപഭോഗം കുതിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി 112 ദശലക്ഷം യൂണിറ്റ് കടന്ന് റെക്കോർഡ് നേട്ടം.
സ്വന്തം വീട്ടിലും ഉറക്കമില്ലാത്ത രാത്രികൾ, പാചകവാതക ചോർച്ച ഒഴിഞ്ഞിട്ടും ആദ്യം മാറാതെ മടവാക്കര നിവാസികൾ. മണ്ണമ്പേട്ട ശാന്തിനഗർ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു, പ്രതിഷേധവുമായി BJP. സമത്വത്തിന്റെ സന്ദേശം ഉയർത്തി അംബേദ്കർ ജയന്തി, ആമ്പലൂരിലും കൊടകരയിലും അംബേദ്കർ ജയന്തി ആചരണം. പേരാമ്പ്ര ഗുരുപുരം ശ്രീനാരായണ കൺവെൻഷനും പ്രതിഷ്ഠാ മഹോത്സവത്തിനും സമാപനം. വരന്തരപ്പിള്ളിയിൽ മോട്ടോർ സൈക്കിളും പണവും അപഹരിച്ച ശേഷം രാജ്യം വിട്ട പ്രതി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.